ഹലോ ഗൈസ്, ന്യൂ ഇയർ ഒക്കെ ആയി, എല്ലാവരും അറിഞ്ഞ് കാണുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വിഷയം ബോർഡ് ഉണ്ടാക്കിയാലോ? ഞാനിത് പിൻട്രസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. ക്യാൻവയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. പിൻട്രസ്റ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ക്യാൻവയിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതുകൊണ്ട് പിൻട്രസ്റ്റിൽ ഉണ്ടാക്കുന്നത് മാത്രം. പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് താഴെയുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൊളാഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക. ലൈക്ക് സ്റ്റഡി, മോട്ടീവ് കോഡ്സ്, എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരും. അതൊന്ന് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് എടുത്തെടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജേണൽ പോലെ നമുക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. അതൊന്നൊരു കോഡ്സ് എടുത്തതിന് ശേഷം ഈ ആഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. അതിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സിസേഴ്സ് ഉള്ള ഓപ്ഷൻ വരും. ആ സിസേഴ്സ് ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എറൈസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് വേണ്ടാത്ത പോർഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടുന്നതെല്ലാം ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ ഏതെങ്കിലും പിക്ചേഴ്സിൻ്റെ അടിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അടിയിലേക്ക് മാറ്റുള്ള ഓപ്ഷൻ നമുക്ക് വരും. അതിലൊന്ന് താഴോട്ടും മുകളിലോട്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. അതങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിലേക്കാണെങ്കിൽ അടിയിലേക്ക്, മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് അത് തന്നെ ഓട്ടോമാറ്റിക്കലി പോയി തരും കേട്ടോ. അപ്പോൾ ഇത്രയും മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് പ്രൊഫൈലിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. പ്രൊഫൈലിൽ പോകുമ്പോൾ കൊളാഷ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് കൊടുത്താൽ മതി. നമ്മുടെ ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ശരി, ബൈ.